നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ COVID-19 സാഹചര്യത്തിൽ മറ്റ് അസുഖങ്ങൾ ഉള്ളവർ വളരെ മാനസിക സംഘർഷത്തിലാണ്. കാരണം ഈ സാഹചര്യത്തിൽ ഹോസ്പിറ്റലിൽ പോകണ്ട എന്ന് തീരുമാനിക്കുന്നു. അത്തരം മറ്റ് അസുഖങ്ങൾ ഉള്ളവരുടെ സംശയങ്ങൾക്ക് കൂടി ഇന്ന് ഡോക്ടേഴ്സ് മറുപടി പറയുന്നു. ഇന്നത്തെ ചർച്ചയിൽ ഡോക്ടർ ബിജു നായർ, കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ്, ഡോക്ടർ പ്രദീപ് സി വാസുദേവൻ, കൺസൾട്ടന്റ് ക്ലിനിക്കൽ ജനറ്റിക്സ്, ഡോക്ടർ വിപിൻ നായർ, ലീഡ് ഡെന്റിസ്റ്റ് എന്നിവർ പങ്കെടുക്കുന്നു. സ്വാഗതം. അപ്പൊ നമ്മൾ ചർച്ച ആരംഭിക്കുകയാണ്. ഏവർക്കും ആനന്ദ് ടിവിയിലേക്ക് സ്വാഗതം. നമുക്ക് ക്ലിനിക്കൽ ജനറ്റിക്സ് കൺസൾട്ടന്റ് ഡോക്ടർ പ്രദീപ് സി വാസുദേവൻ ഉണ്ട്. നമസ്കാരം. നമസ്കാരം. കൂടാതെ നമ്മുടെ യൂറോളജിയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ബിജു നായർ ഉണ്ട്. നമസ്കാരം. ഒരു പ്രശസ്ത ഡെന്റിസ്റ്റ് ഡോക്ടർ വിപിൻ നായർ ഉണ്ട്. നമസ്കാരം. നമസ്കാരം. ഞാൻ ആദ്യം ഡോക്ടർ പ്രദീപിലേക്ക് തന്നെ വരാം. നമുക്ക് ഇപ്പൊ ജനറലി ആൾക്കാരെല്ലാം കൺസേൺ ആയിരിക്കുന്ന ഈ COVID-19 എന്ന അണുബാധയെ കുറിച്ചാണല്ലോ. അപ്പൊ ഈ ക്ലിനിക്കൽ ജനറ്റിക്സിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ അണുബാധയെ കുറിച്ചിട്ട്, ഈ അണുവിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വൈറസിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഇത് ഒരു പുതിയ വൈറസ് ആണ്. ഹ്യൂമൻ സാർസ് CoV-2 എന്നാണ് വൈറസിന്റെ പേര്. കൊറോണ വൈറസ് എന്ന് പറയുന്നത് ഒരു പുതിയ വൈറസ് അല്ല ആക്ച്വലി. ബിക്കോസ് നമുക്ക് ഇതിനു മുമ്പ് ഒരു 6 തരത്തിലുള്ള 6 സ്ട്രെയിൻസ് നമുക്ക് അറിയാമായിരുന്നു. ആദ്യത്തെ 4 എണ്ണം എന്ന് പറയുന്നത് കോമൺ കോൾഡ് ഉണ്ടാക്കുന്ന ജലദോഷപ്പനി, വൈറൽ പനി എന്നൊക്കെ നമുക്ക് പലപ്പോഴും വന്നിട്ടുള്ള ആ ഒരു അസുഖമാണ്. അത് 1950-കളിലും 60-കളിലും ഒക്കെ അത് നമുക്ക് അറിയാമായിരുന്നു അങ്ങനെ ഒരു വൈറസ് ഉണ്ടെന്നുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് വരുന്ന വൈറസ്, 5ാമത്തെ വൈറസ് എന്ന് പറയുന്നത് 2003 സാർസ് എന്ന് പറഞ്ഞ വൈറസ് ആണ്. അത് ചൈനയിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചാണ്. ബാറ്റ്സ്, വവ്വാലിൽ നിന്നാണ് അത് തുടങ്ങിയത്. എന്നിട്ട് അത് അനിമൽസിൽ നിന്ന് ഒരു 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 വെക്ടർ വഴി, അതായത് ഒരു ഇടയ്ക്ക് ഒരു ഇന്റർമീഡിയറി ഉണ്ടായിരുന്നു, പാങ്കോളിൻസോ അങ്ങനെ സിവെറ്റ്സോ വഴി അത് മനുഷ്യരിലേക്ക് വന്നു. അതിന് സാർസിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം വൈറസ് എന്നാണ്. അപ്പൊ അത് വളരെ ഹൈലി വിറുലന്റ് വൈറസ് ആയിരുന്നു 2003 വന്നത്. 6ാമത് വന്ന വൈറസ് MERS എന്ന് പറയും, MERS, മിഡിൽ ഈസ്റ്റേൺ റെസ്പിറേറ്ററി സിൻഡ്രോം വൈറസ്. അപ്പൊ അത് ഇതേപോലെ തന്നെ ബാറ്റ്സ് നിന്ന് ഇന്റർമീഡിയറ്റ് ക്യാമൽസ്, ഒട്ടകം വഴി, സൗദി അറേബ്യയിലാണ് ആദ്യം അത് കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞിട്ട് അത് മനുഷ്യരിലേക്ക്, ഹ്യൂമൻ ചെയിനിലേക്ക് വന്നതാണ്. ഇത് വന്നത് പുതിയ വൈറസ് എന്ന് പറയുന്നത് SARS-CoV-2 എന്നാണ് വൈറസിന്റെ പേര്. നമ്മൾ അതിന്റെ ഷോർട്ട് ഫോം എല്ലാവരും ഉപയോഗിക്കുന്ന പേര് കൊറോണ വൈറസ്. കൊറോണ എന്ന പേര് എന്ന കാര്യം ഞാൻ ആ വൈറസിന്റെ ഒരു മോഡൽ കാണിക്കാം. ഇങ്ങനെ ഇരിക്കും. അതായത് വൈറസ് എന്ന് പറഞ്ഞാല് ഈ ഒരു സെല്ലാണ്, സിംഗിൾ സെല്ലാണ്. ആ സിംഗിൾ സെല്ലിന്റെ ഈ സ്പൈക്സ് കാണാറുണ്ടല്ലോ, ഇങ്ങനെ. അതെ, ആ സ്പൈക്സ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ്. എന്നിട്ട് ഈ കവറിങ്, ആ ഗ്രീൻ കളറുള്ള കവറിങ്, അതിന്റെ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ലൈപ്പിഡ് ആണ്, ഫാറ്റ്സ് ആണ്. അകത്താണ് ഇതിന്റെ ജനിതകമായ അംശം ഇരിക്കുന്നത്. അതിന് RNA എന്ന് പറയും. നമുക്ക് എല്ലാവർക്കും ഹ്യൂമൻസിനുള്ളത് DNA ആണ്, ഇതിനുള്ളത് RNA ആണ്. അപ്പോ ഇത് അസച്ച് ഇത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഹ്യൂമൻസിനകത്ത് കയറിയാലേ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നമുക്കറിയാം, ഇത് 96% ബാറ്റ് വൈറസിന്റെ ജനിതക ഘടനയായിട്ട് സിമിലർ ആണ്. പിന്നെ ബാക്കിയുള്ള ഒരു 4% സിമിലാരിറ്റി ഏത് മൃഗത്തിന്റെയാണ് നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത് സിവെറ്റ്സ് ആവാം, അതായത് മരപ്പെട്ടി നമ്മൾ പറയും മലയാളത്തില്, അല്ലെങ്കിൽ പിന്നെ പാങ്കോളിൻ, ഈനാമ്പേച്ചി, അല്ലെങ്കിൽ അത് പട്ടികളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മൃഗങ്ങൾ വഴി ആയിരിക്കാം. അത് വുഹാൻ എന്ന സ്ഥലത്ത്, ചൈനയിലെ വുഹാൻ എന്ന സ്ഥലത്തു നിന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്യുന്ന പറയപ്പെടുന്നു. അത് കഴിഞ്ഞ് അത് സ്പിൽ ഓവർ ചെയ്ത് അത് ഹ്യൂമൻസിലേക്ക് വന്നു. ഹ്യൂമൻസിൽ വരുമ്പോൾ അതിന്റെ മെയിൻ ചില പ്രത്യേകതകളുണ്ട്. അതായത് ഈ പറയുന്ന സ്പൈക്സ് ഇത് ഒരു കീ ആയിട്ട് ഉപയോഗിക്കും. കീ എന്ന് വിചാരിക്കാം, ഒരു താക്കോൽ. അപ്പൊ അത് ഹ്യൂമൻസില്
ഈ സെൽസിലെ ലോക്സ് ഉണ്ട്. അതായത് നമ്മുടെ ഈ റെസ്പിറേറ്ററി സിസ്റ്റം, ലങ്സില് അല്ലെങ്കിൽ കിഡ്നിയിൽ, അത് ബിജുവിന് പറയാൻ പറ്റും, കിഡ്നിയിൽ ACE2 റിസപ്റ്റേഴ്സ് എന്ന് പറയും. അപ്പൊ ഈ റിസപ്റ്റേഴ്സിൽ പോയി അതിങ്ങനെ ബൈൻഡ് ചെയ്യും. ശരിക്കും ഒരു പൂട്ടിനകത്ത് എങ്ങനെ താക്കോല് ഫിറ്റ് ചെയ്യും അതേപോലെ ഫിക്സ് ചെയ്യാൻ പറ്റും. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതെങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഒരു എൻസൈമിനെ യൂസ് ചെയ്ത് ആ ഫിക്സ് ചെയ്ത പാർട്ട് കളഞ്ഞിട്ട് ഇതിനകത്തുള്ള RNA നമ്മുടെ ഹ്യൂമൻ സെൽസിനകത്തോട്ട് ഇഞ്ചെക്ട് ചെയ്യും. വെരി വെരി ക്ലെവർ. എന്നിട്ട് നമ്മുടെ തന്നെ ജനതിക മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അത് 1, 2 ആവും, 4 ആവും, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആ സെല്ല് മുഴുവനും കോൺകർ ചെയ്തിട്ട് ഇറ്റ് വിൽ ജസ്റ്റ് ബേസ്റ്റ്, സെൽ വിൽ ഡൈ. അപ്പോ ഇത് സാധാരണ കോമൺ കോൾസിന് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നത്, നമുക്ക് അതിൻ്റെതായ പ്രതിരോധ ശക്തിയുണ്ട്. ബിക്കോസ് നമ്മളുടെ ബോഡി റെക്കഗ്നൈസ് ചെയ്യും ഇത് മുമ്പ് വന്നിട്ടുള്ളതാണ്, ഉടനെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റമിനെ അയക്കും. പക്ഷേ കൊറോണ വൈറസ് പുതിയതായതുകൊണ്ട് നമ്മളുടെ ബോഡി, ഹ്യൂമൻ ബോഡി എക്സ്പോസ്ഡ് ആയിട്ടേ ഇല്ല. സോ ദി ഇമ്മ്യൂൺ സിസ്റ്റം ഡസന്റ് നോ ഹൗ ടു റിയാക്ട്. അപ്പൊ എന്ത് പറ്റും എന്ന് പറഞ്ഞാല് ഒരു ഇമ്മ്യൂൺ സ്റ്റോം, ഒരു കാസ്കേഡ് ഉണ്ടാവും. നമ്മളുടെ ബോഡി, നമ്മുടെ സോൾജിയേഴ്സ് സുരക്ഷയ്ക്ക്, ഡിഫൻസിന് എങ്ങനെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ആ സോൾജിയേഴ്സ് വിൽ ഫയർ ബാക്ക് അഗൻസ്റ്റ് അവർ ഓൺ ബോഡി. അപ്പൊ അതാണ് ആദ്യത്തെ ഒരു ഇൻഫെക്റ്റീവ് ഫേസിൽ അതിങ്ങനെ വന്ന് മൾട്ടിപ്ലൈ ചെയ്യും. രണ്ടാമത്തെ ഇൻഫ്ലമേറ്ററി ഫേസിലാണ് ആൾക്കാർക്ക് ന്യൂമോണിയയും റെസ്പിറേറ്ററി ഫെയിലിയറും മൾട്ടി ഓർഗൻ ഫെയിലിയറും ഒക്കെ വരുന്നത്. അത് ഈ ഒരു സൈറ്റോകൈൻ സ്റ്റോം എന്ന് പറയും. ഇറ്റ്സ് ഒരു കൊടുങ്കാറ്റ് പോലെയാണ്. ബോഡി അങ്ങ് ഫയർ ചെയ്യണം അങ്ങോട്ട് അകത്തോട്ട്. അപ്പൊ യു കനോട്ട് ആക്ച്വലി, ഇറ്റ് ഹാപ്പൻസ് വെരി ക്വിക്ലി, വിചാരിക്കുന്നത് പെട്ടെന്ന് മൾട്ടിപ്ലൈ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അൺയൂഷ്വൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു വൈറസ് ആണ്. അപ്പൊ അത് ഇപ്പോഴും അതിനെപ്പറ്റിയുള്ള ശരിക്കും മുഴുവനായിട്ടും നമുക്ക് അറിഞ്ഞുകൂടാ. അതിനെപ്പറ്റി എന്താണ് ഇത്, എങ്ങനെ വർക്ക് ചെയ്യുന്നു, എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഇൻഫെക്റ്റീവ് ആവുന്നതും വിറുലന്റ് ആവുന്നതും, എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ബാക്കിയുള്ള കോമൺ കോൾഡ് വൈറസിനെക്കാളും ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിന്. അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി ഉള്ളത്, വൈറസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ മ്യൂട്ടേഷൻ സംഭവിക്കും. മ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനതികമായ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പൊ അത് ചിലപ്പോ വൈറസിന്റെ നല്ലതായിട്ടുള്ള ആവാം, ചീത്തയായിട്ടുള്ളതും ആവാം. പക്ഷെ ഈ വൈറസിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇതിനൊരു പ്രൂഫ് റീഡിങ് മെക്കാനിസം ഉണ്ട്. സാധാരണ വൈറസിന് അതില്ല. ഇപ്പൊ സാധാരണ ജലദോഷപ്പനി വന്നു കഴിഞ്ഞാൽ അത് മ്യൂട്ടേറ്റ് ചെയ്ത് സ്വയം അങ്ങ് നശിക്കും. പക്ഷെ ഈ വൈറസ് എന്ന് പറഞ്ഞാൽ ആ പ്രൂഫ് റീഡിങ് മെക്കാനിസം ഉള്ളതുകൊണ്ട് ആ എവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത് അത് കട്ട് ചെയ്ത് മാറ്റി അതിന്റെ കുട്ടികൾക്ക് കൊടുക്കത്തില്ല. മനസ്സിലായില്ല? അങ്ങനെ എന്നിട്ട് പിന്നെയും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു ഭയങ്കര ചെക്ക് മെക്കാനിസം ഉണ്ട്, ചെക്ക് പോയിന്റ് മെക്കാനിസം ഉണ്ട് ഇതിന്. അപ്പൊ അതുകൊണ്ടാണ് ഇതുവരെ നമുക്ക് അതിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റാത്തതും അതിന്റെ നോർമൽ നാച്ചുറൽ കോഴ്സ് മുഴുവനും കംപ്ലീറ്റ് ചെയ്തിട്ടേ അത് പോവുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഇൻഫെക്റ്റീവും വിറലന്റും ആവാനുള്ള കാരണം. ഓക്കെ, ഞാൻ ഡോക്ടറിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഈ അവസരത്തില് നമുക്ക് ഇതിനെക്കുറിച്ച് കുറെ നാളുകളായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം എവറി ഡേ ചെയ്യുന്നുണ്ട്. അത് കാരണം തന്നെ ധാരാളം ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കൊറോണ വൈറസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ COVID-19 കുറിച്ചിട്ട് നമ്മൾ ധാരാളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അവസരത്തിൽ മറ്റ് അസുഖങ്ങൾ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഹോസ്പിറ്റലിൽ പോവാൻ പറ്റാത്ത, പോവേണ്ട അവസ്ഥ വരുമ്പോഴും അവർ 2 പ്രാവശ്യം ആലോചിക്കും. ഹോസ്പിറ്റലിൽ പോയാൽ ഇത് പിടിച്ചോലോ എന്ന ഒരു പേടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ മാക്സിമം പോകാതിരിക്കുന്ന ഒരു അവസരമുണ്ട്. അപ്പൊ ഇപ്പൊ ഏറ്റവും കൂടുതൽ കോൾ വന്നത് യൂറോളജിയെ കുറിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടർ ബിജുവിനെ വിളിച്ച് ഇതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞത്. അത്തരം ആൾക്കാർക്ക് നമ്മൾ ജനറൽ ആയിട്ട് ഒരു അഡ്വൈസ് ഇപ്പൊ തുടങ്ങുകയാണെങ്കിൽ എന്താ പറയാൻ പറ്റുന്നത്? നമുക്ക് അത്തരം ആൾക്കാർ, ധാരാളം ആൾക്കാർ വിളിക്കുന്നുണ്ട്. ശ്രീകുമാർ, താങ്ക്സ് എന്നെ വിളിച്ചതിന്. ഇതില് യൂറോളജി സർവീസ് മിക്കപ്പോഴും എൽഡർലി ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും. ഇപ്പൊ നമ്മൾ ഗവൺമെന്റിന്റെ അഡ്വൈസ് പ്രകാരം 70 വയസ്സിന് മുകളിലുള്ളവരെ പുറത്തേക്ക് കൊണ്ടുവരണ്ട, ആശുപത്രിയിൽ കൊണ്ടുവരണ്ട എന്നുള്ളൊരു പ്രത്യേക സാഹചര്യം ഉള്ളതിനാൽ നമ്മൾ കുറെ സർവീസുകൾ വേണ്ട എന്ന് വെച്ചിട്ടില്ലെങ്കിലും
കുറച്ചിരിക്കുകയാണ്. നമ്മൾ കൂടുതലും ടെലിഫോൺ കോൺവെർസേഷൻ, ടെലിഫോൺ അഡ്വൈസ്, ടെലിഫോൺ കൺസൾട്ടേഷൻ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ജോലി ഇപ്പം വളരെ കുറവാണ് എല്ലാവർക്കും. മുൻപന്തിയിൽ നിൽക്കുന്ന A&E, അക്യൂട്ട് മെഡിസിൻ ഡോക്ടർമാരുടെ അവർക്ക് നല്ലപോലെ പണിയുണ്ട്. അതുപോലെ ഓവർവെൽം ചെയ്ത ഇപ്പൊ ലണ്ടനിലെ ആശുപത്രി ആയിരുന്നാലും ബർമിംഗമിലെ ആശുപത്രി ആയിരുന്നാലും ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്ന യൂറോളജിസ്റ്റ് ആയിരുന്നാലും റേഡിയോളജിസ്റ്റ് ആയിരുന്നാലും അവരെല്ലാരും ITU സർവീസിനൊക്കെ പോകുന്നുണ്ട്. ഞാനിപ്പോ റോയൽ സ്റ്റോക്ക് ആശുപത്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വലിയൊരു ITU ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചത്ര പേഷ്യന്റ് നമുക്ക് വന്നിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ഇപ്പം പണ്ട് ചെയ്തതുപോലെ ചെയ്യുന്നില്ല. ക്യാൻസർ സർവീസിന് ഒരു മുടക്കവും വരുത്തരുത് എന്ന് സർക്കാരിന്റെ ഒരു നിർദ്ദേശമുണ്ട്. അതനുസരിച്ചിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ചിലർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വേണ്ടിയിട്ട് ഒരുപാട് പേഷ്യന്റ്, ഇപ്പം നമ്മളിപ്പോ നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന ക്യാൻസർ എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ആണ്. ഇപ്പം ബ്രസ്റ്റിനെക്കാളും കോളൻ ക്യാൻസറിനെക്കാളും കൂടുതൽ കേസ് പ്രോസ്റ്റേറ്റിനുണ്ടെന്നാണ് വെബ്. പ്രോസ്റ്റേറ്റ് ഡയഗ്നോസ്റ്റിക് പാത്ത് വേ എന്ന് പറയുന്നത് കുറെ ഒക്കെ നമ്മൾ നിർത്തി വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പം കൊറോണ വൈറസ് ഫീസിസിലുണ്ട് എന്നുള്ളൊരു കണ്ടുപിടുത്തമുണ്ട്. നമ്മളിപ്പം വരുന്ന പേഷ്യന്റിന് നമ്മൾ ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്യാം, പക്ഷെ നമ്മൾ ആരെയും കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നില്ല പേഷ്യന്റ് വരുന്നതിന് മുമ്പ്. അപ്പൊ നമ്മൾ എത്ര പ്രിക്കോഷൻ എടുത്തിരുന്നാലും അത് എത്രത്തോളം ശരിയായിരിക്കും എന്ന് ആർക്കും അറിഞ്ഞില്ല. എന്നാൽ ഈ ACE2 ഇൻഹിബിറ്റർ റിസെപ്റ്റേഴ്സ് ഉണ്ടെങ്കിലും മൂത്രത്തില് കോവിഡ് ഇല്ല. അപ്പം നമുക്ക് യൂറിൻ വഴി നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. ഈ PSA എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ടെസ്റ്റ്. ഇപ്പം പൊതുവെ ചെയ്യുന്നത് നമ്മളിപ്പം അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. 40 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് PSA ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ അത് നമ്മൾ കോസ്റ്റ് ഇഫക്റ്റീവ് അല്ലാത്തതിനാൽ നമ്മുടെ സർക്കാർ അത് പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഒരുപാട് പേർക്ക് അത് ചെയ്യുന്നുണ്ട്. ഓരോ ഗൈഡ് ലൈൻ ഉണ്ട്. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് ഈ 2 week വെയിറ്റ് റെഫറൽ വരുന്ന പേഷ്യൻസിനൊക്കെ നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബയോപ്സി, ചില പേഷ്യൻസിന് ബയോപ്സി ചെയ്യേണ്ടി വന്നാൽ ചെയ്യുന്നുമുണ്ട്. ഓക്കെ. അല്ല, ഇപ്പൊ ഇവിടെ നമ്മൾ വിളിച്ചു എന്ന് പറയുന്ന ആൾക്കാരെല്ലാം എനിക്ക് ഇതിന്റെ കൂടുതൽ അറിയത്തില്ല. എന്നാലും ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് 3.3 ആണ്. ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു മാർച്ചില്, പോയില്ല. ഇത് കാരണം പേടിച്ച് പോയില്ല. ഇനി അത് വെയിറ്റ് ചെയ്യുന്നോണ്ട് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ എന്നൊക്കെ ഡോക്ടറെ അടുത്ത് ചോദിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. അതെ, ഈ 3.3 എന്ന് പറയുന്നത് ഈ PSA ആണ്. PSA എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ. അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അത് മെയിൻലി ഇജാക്കുലേറ്റ് ചെയ്യുകയാണ്, ശുക്ലത്തിൽ വരുന്നതാണ്. അത് ഈ ശുക്ലം തിന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അതൊരു സറഗേറ്റ് മാർക്കർ ആണ് പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ട്. ക്യാൻസർ സ്പെസിഫിക് അല്ല. എന്നിരുന്നാലും അത് ഉയർന്നു നിൽക്കുമ്പോൾ ക്യാൻസറിന് അതിന് ഒരു സൂചനയായിട്ടാണ് നമുക്ക് വരുന്നത്. ഇപ്പൊ ഏജ് സ്പെസിഫിക് റേഞ്ച് ഉണ്ട് ഓരോന്നിനും. മൂന്നിന് മുകളിൽ ഇപ്പൊ 50-നും 60-നും ഇടയ്ക്കാണെങ്കിൽ ഇപ്പൊ സർക്കാരിന്റെ അല്ലെ ഒരുപാട് ക്യാൻസർ നെറ്റ്വർക്കിന്റെ ഇതനുസരിച്ചിട്ട് 50 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കാണെങ്കിൽ 3-ന് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇവർക്ക് നമുക്കിപ്പോ കാണാതെ സാധാരണ ഒരു പേഷ്യന്റിനെ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുവന്ന് റെക്ടൽ എക്സാമിനേഷൻ, ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ ചെയ്ത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതാണോ ചെറുതാണോ, അബ്നോർമൽ ആണോ നോർമൽ ആണോ എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ ഒരു MRI സ്കാൻ ചെയ്ത് MRIയിൽ ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ടാണ് ബയോപ്സി ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പേഷ്യന്റിനെ നേരിട്ട് കാണാതെ പേഷ്യന്റ് ഈ എലിവേറ്റഡ് PSA ആയിട്ട് വരുന്ന പേഷ്യൻസിന് നമ്മൾ MRI ചെയ്യുന്നുണ്ട് ഇപ്പോഴും. എന്നിട്ട് നമ്മൾ ആ MRI വെച്ചിട്ട് ട്രയാജ് ചെയ്യാൻ പറ്റും ഏത് പേഷ്യന്റിനാണ്. നമ്മളിപ്പം കുറച്ചു കാലം വെയിറ്റ് ചെയ്താൽ ഈ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നറിയാം. MRI ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു സൂചന തരും. ആ സൂചന വച്ചിട്ട് നമുക്ക് ക്യാൻസർ ഉണ്ട് എന്ന് കാണുന്ന പേഷ്യൻസിന് പിന്നെ നമുക്ക് ലോ പ്രയോറിറ്റി, ഹൈ പ്രയോറിറ്റി ആയിട്ട് ആക്കാം. ഈ MRIയിൽ കുറെ ചേഞ്ചസ്, പൈറാറ്റ്സ് എന്ന് പറയും, അത് 1 തൊട്ട് 5 വരെ ഉണ്ട്. 4, 5 ഉള്ള, എസ്പെഷ്യലി 5-ഉം വലിയ 5-ഉം ഒരുപാട് വലിയ ലീഷനും ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ചെറുപ്രായം അത് നമ്മൾ വെയിറ്റ് ചെയ്താൽ ആ ക്യാൻസറിന് പുരോഗതി അല്ലെ ഡിസെമിനേറ്റ് ചെയ്യാമെന്നൊക്കെ തോന്നുന്ന പേഷ്യൻസിന് നമ്മൾ ബയോപ്സി ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതലും ഓങ്കോളജി ബേസ്ഡ് ഉള്ള മാനേജ്മെന്റ് ആണ് കൂടുതൽ. ഇപ്പൊ നമ്മൾ പണ്ടാണെന്നുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ
പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എടുത്തു കളയാം ചിലർക്ക്. അങ്ങനെയൊക്കെ ഉള്ള പേഷ്യന്റിന് ആ ഓപ്പറേഷനുകളൊക്കെ ഇപ്പൊ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ ലാപ്രോസ്കോപ്പി വഴി ഈ കാരണം കോവിഡ് വരാം എന്നുള്ളത് കാരണം ഈ ഗ്യാസ് വരുന്ന ഓപ്പറേഷനുകളെല്ലാം കഴിയുന്നതും അവോയ്ഡ് ചെയ്യാൻ. എന്നിരുന്നാലും ക്യാൻസറിനുള്ള സർജറികളൊന്നും നിർത്തിവെച്ചിട്ടില്ല. ഇപ്പോഴും ഹൈ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ അഡ്വൈസ് ചെയ്യും അവരുടെ അടുത്ത്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട്, നിങ്ങൾക്ക് സർജറി ആണ് വേണ്ടത്, പക്ഷെ ഇതാണ് ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് ആശുപത്രിയിൽ വന്ന് ഓപ്പറേഷൻ ചെയ്താൽ നിങ്ങൾക്ക് കോവിഡ് വരാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്താൽ ക്യാൻസർ പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ടെന്ന് പറയുമ്പോൾ ചില പേഷ്യൻസ് വെയിറ്റ് ചെയ്യാൻ ചൂസ് ചെയ്യും, ചിലര് വേണ്ടാന്ന് തീരുമാനിച്ച് ഓപ്പറേഷന് വരും. അപ്പൊ അങ്ങനെ വരുന്ന പേഷ്യൻസിന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ ഡോക്ടറിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഡോക്ടർ വിപിനിലേക്ക് പോകട്ടെ. മുമ്പൊക്കെ നമ്മൾ പറയണ ഇപ്പൊ ഈ ഡെന്റിസ്റ്റ് ആണ്, അപ്പോ നമ്മളൊരു അപ്പോയിന്റ്മെന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 3 weeks വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്ന അത്രയും തിരക്കുള്ള ഒരു സ്ഥലമാണ് ഈ ഡെന്റിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ആ പേഷ്യൻസിനൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത്? അല്ല, എന്ന് പറഞ്ഞാല് ഈ മെയിൻലി വേണ്ടാത്ത, അതായത് ഈ അധികം അർജൻസി ഇല്ലാത്ത കേസുകളൊന്നും ഇപ്പം ശരിക്കും പറയാൻ വരുന്നില്ല. പണ്ടെന്ന് പറഞ്ഞാല് നമ്മള് ചെറിയ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മളെ വിളിച്ചിട്ട് അർജന്റ് ആണ് എന്നൊക്കെ പറയും. ഇപ്പം പലർക്കും വരെ പോലും വേണ്ട, ഒരുമാതിരിപ്പെട്ട പെയിനൊക്കെ ഇപ്പൊ ആൾക്കാർ സഹിച്ചിരിക്കുക. ഓ, അങ്ങനെയാണ്. അപ്പൊ ഇതിപ്പോ നമ്മളിപ്പോ ഈ പല്ലിന്റെ കാര്യം എന്ന് പറയുമ്പോ നമ്മൾ സഹിച്ചിരുന്നു കഴിഞ്ഞാൽ അത് വളരെ മോശ സ്ഥിതിയിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളം? അല്ല, എന്ന് പറഞ്ഞാൽ അതൊരു സിംഗിൾ ആയിട്ട് ഒരു കേസായിട്ട് നമുക്കത് പറയാൻ പറ്റില്ല. ഡിപ്പെൻസ്, നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം. ജെന്യുവിൻ ആയിട്ടുള്ള കേസസ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ക്ലിനിക്കുകളിൽ വിളിച്ച് സംസാരിക്കണം. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ചാല് ഇപ്പോ ഒരു ക്ലിനിക്കിലും പേഷ്യൻസിനെ നോക്കുന്നേ ഇല്ല. നമുക്ക് ഓൾമോസ്റ്റ് 0 ആണ് നമ്മുടെ പേഷ്യന്റ് ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പോഴ് ചില എമർജൻസി സെന്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ജെനുവിൻ ആണെങ്കിൽ നിങ്ങളുടെ ക്ലിനിക്കിൽ, നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്ലിനിക്കിൽ വിളിച്ചാൽ അവർ നിങ്ങൾക്ക് ടെലിഫോണിക് ആയിട്ട് അഡ്വൈസ് തരും. ജെനുവിൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോ സ്വെല്ലിങ് അല്ലെങ്കിൽ പല്ല് ബ്രേക്ക് ആയിട്ട് നിങ്ങളുടെ കവിളിലോ അല്ലെങ്കിൽ ടങ്ങിലോ എവിടെയെങ്കിലും അത് ഒരിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത്, പിന്നെ കമ്പി ഇട്ടിരിക്കുന്നവരാണെങ്കിൽ അതിന്റെ ബാക്കിൽ നിങ്ങൾ കമ്പി തട്ടുന്നവർ, അങ്ങനെ ജെനുവിൻ ആയിട്ടുള്ള ഈ പെയിന് ചിലര് വിളിച്ചിട്ട് പറയും. ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ഹോളിഡേക്ക് പോണതിന് മുമ്പേ ചുമ്മാ ഒരു ഡെന്റൽ ചെക്കപ്പിന് വേണ്ടി അവർ ചുമ്മാ വിളിച്ചിട്ട് എനിക്ക് അവിടെ പെയിൻ ഉണ്ട്, ഇവിടെ പെയിൻ ഉണ്ട്, ഒന്ന് എന്നെ ഒന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു ചെക്കപ്പിന്, അതൊന്നും ഇപ്പൊ ഇല്ല. അതെ. അല്ല, നമ്മളിപ്പോ ഈ ബ്രേസസ് ഇട്ടിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, കുട്ടികൾക്ക് ഇപ്പൊ മന്ത്ലി അത് കറക്ഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് കറക്ഷൻ ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കറക്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർക്ക് എന്ത് സംഭവിക്കും? ഇപ്പം 1 മാസം കൊണ്ട് ചെയ്യേണ്ട കാര്യം 2 മാസമായി ചെയ്യാൻ പറ്റുന്നില്ല. അതും ഇതുപോലെ അഗെയിൻ അതൊരു ഡിപ്പെൻസ് അപ്പോൺ വാട്ട് സോർട്ട് ഓഫ് ബ്രേസസ് ആണ് ഇട്ടേക്കുന്നത്, എന്തൊക്കെ മൂവ്മെന്റ്സ് ആണ് നടക്കുന്നത്. ഇപ്പോഴ് നമ്മുടെ ഒരു ഭീകരാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. എന്ത് എമർജൻസിയും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഓർത്തോ എന്ന് പറയുന്നത് അതിപ്പോ ഒരു എമർജൻസി അല്ല. നിങ്ങൾക്ക് പല്ല് അങ്ങോട്ടേക്കിട്ടും മാറിപ്പോവുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക, അതേ ഇപ്പം നടക്കുള്ളൂ. ഓക്കെ, ഞാൻ ഡോക്ടർ വിപിനിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഡോക്ടർ പ്രദീപിലേക്ക് പോട്ടെ. നമ്മള് ഇപ്പൊ എല്ലാരും മുമ്പ് ആർക്കൊക്കെ ഈ ജലദോഷം വരും, പനി വരും, തുമ്മൽ വരും, ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിൽ നിന്നും ഇതെന്ത് വ്യത്യസ്തമായി? അതോ ഇത് വന്നപ്പോ ഈ COVID-19 എന്ന് പറയുന്ന മറ്റ് വൈറസുകളെല്ലാം ഫിനിഷ് ചെയ്തു? അങ്ങനെയുള്ള ഇല്ല, ഇപ്പോഴും പിന്നെ ഇൻഫെക്ഷൻസ് ഉണ്ട്, പഴയ പോലെ തന്നെ ഇൻഫെക്ഷൻസ് ഉണ്ട്, ആൾക്കാർക്ക് വേറെയുള്ള അസുഖങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ NHS ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഗിയർ ചെയ്തിരിക്കുന്നത് COVID-19 ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ട് നമുക്ക്. ബിക്കോസ് ഇപ്പോഴും ആൾക്കാർക്ക് ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്, ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്, കാലും കൈ ഒടിയുന്നുണ്ട്, ട്രോമ ഉണ്ട്, ആക്സിഡൻസ് കുറവാണ് ബിക്കോസ് വണ്ടികൾ കൂടുതൽ ഓടാത്തതുകൊണ്ട് പുറത്ത്. പിന്നെ അല്ലെങ്കിൽ ഈ ഇന്നലെ തന്നെ ഞങ്ങളുടെ എന്റെ എത്തിക്കൽ കമ്മിറ്റിയിൽ ഒരു കേസ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാനാണ്. ഒരു ഹൈപ്പോത്തറ്റിക്കൽ കേസാണ്. അതായത് അബ്ഡോമിനൽ അയോട്ടിക് അന്യൂറിസം. അതായത് അന്യൂറിസം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ നമ്മുടെ മെയിൻ അയോട്ട അതിങ്ങനെ വിങ്ങി വലുതായി അതങ്ങ് പൊട്ടിപ്പോകുന്നതാണ്.
അപ്പൊ അത് ഒരു ലെവലിൽ മുമ്പ് എത്തിക്കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ സഡൻ ഡെത്ത് ആണ്. അപ്പോ അതിന് ഒരു ഗൈഡൻസ് ഉണ്ട്. ഇത്ര സെന്റിമീറ്റർ ആവുമ്പോൾ നമ്മളത് ചെയ്യണം, 5 സെന്റിമീറ്റർ ആവുമ്പോഴൊക്കെ ചെയ്യണം എന്നാണ്. അപ്പോ ഇപ്പോഴ് അവരുടെ സൊസൈറ്റി തന്നെ പറഞ്ഞിരിക്കുന്നത് ഏകദേശം 7 സെന്റിമീറ്റർ ആവുന്നവരെ തുടരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ബേസിക്കലി പറയുന്നത് ഇപ്പോ ഇങ്ങനെയുള്ള ആൾക്കാർ, ഇപ്പൊ നമുക്ക് തന്നെ കുറച്ച് പേഷ്യൻസ് ഉണ്ട് ആ കറക്റ്റ് ത്രഷോൾഡ് എത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ എബോവ് നിൽക്കുന്നത്. അത് നമ്മൾ ഇപ്പൊ സർജറി ചെയ്തില്ല എങ്കിൽ അതിന് പിന്നെ ഒരുപാട് ഭവിഷ്യത്തുകൾ ഉണ്ടാവും, ആൾക്കാർ മരിക്കുക വരെ ചെയ്യാം. പക്ഷേ COVID-19 കാരണം ഈ സർജറീസും പല കാര്യങ്ങളും നമ്മൾ റുട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പലതും, അല്ലെങ്കിൽ ഇലക്റ്റീവ് അല്ലെങ്കിൽ സെമി ഇലക്റ്റീവ് എന്ന് പറയും, അതെല്ലാം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ സക്സസ് റേറ്റ് വളരെ ഹൈ ആണ്, COVID-19 പോലെ അല്ല. മനസ്സിലായി. അപ്പൊ നമ്മളുടെ റിസോഴ്സസ് ഡൈവേർട്ട് ചെയ്തിരിക്കുന്നത് COVID-19ലേക്കാണ്. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്നത്, ഇപ്പം നേരത്തെ ബിജു പറഞ്ഞ പോലെ ഈ കൊളാട്രൽ ഡാമേജ് എന്ന് പറയും. അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് റുട്ടീനായിട്ടും അല്ലെങ്കിൽ സെമി എലക്റ്റീവ് ആയിട്ടും അർജന്റ് ആയിട്ട് ചെയ്യേണ്ടത്, അത് നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ നമ്മളുടെ കംപ്ലീറ്റ് റിസോഴ്സസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ COVID-19ലാണ്. അപ്പൊ അതിൻ്റെതായ പ്രോബ്ലംസ് ഇപ്പോഴും നമുക്ക് വരുന്നുണ്ട്. അപ്പം അതാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്, മീഡിയ ഒക്കെ പറയുന്നത് എങ്ങനെയാണ് ഇതിനൊന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നത്, എക്സിറ്റ് സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ളത് അവർ പറയുന്നുണ്ട്. അപ്പോ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 രീതിയിലുള്ള ഒരു ട്രയാജ് വരണം. അതായത് ഒന്ന് ഫീവർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അങ്ങനെ വരുന്ന ഇൻഫെക്ഷൻ COVID-19 എന്നുള്ളതും, അല്ലാത്ത റുട്ടീൻ ആവേണ്ട പക്ഷെ ഒരു സെമി അർജന്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ബിജു പറഞ്ഞ പോലെ ഇപ്പൊ പ്രോസ്റ്റേറ്റ് ക്യാൻസറോ അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെന്റോ അതൊക്കെ ശരിക്കും ചെയ്തിരിക്കണം. അപ്പൊ അതിൻ്റെതായ ഒരു സെറ്റപ്പ് ഉണ്ടാവണം. പക്ഷെ ഇപ്പോ നമ്മള് ജോഗ്രഫിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ലണ്ടനിലാണ് ഇത് ആദ്യമായിട്ട് ഏറ്റവും മെയിൻ ഫോക്കസ്, ലണ്ടനും പിന്നെ വെസ്റ്റ് മിഡ്ലൻഡ്സും ഒക്കെ ആയിരുന്നു. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഏകദേശം ഒരു 2 to 3 weeks ഗ്യാപ്പിലാണ് ബാക്കിയുള്ള സ്ഥലങ്ങൾ ലണ്ടനെ ഫോളോ ചെയ്തത്. അപ്പൊ നമ്മള് ഇവിടെ മിഡ്ലൻഡ്സിലും നോർത്തിലും ഒക്കെ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിരുന്നതുകൊണ്ട് നമുക്കിപ്പോ ഒരുപാട് ബെഡ്സ് ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പോ അതുകൊണ്ടാണ് NHS മാനേജ്മെന്റ് കാര്യങ്ങൾ വിചാരിക്കുന്നത് നമ്മളിപ്പോ ആ ബെഡ്സിനകത്ത് നോർമലുള്ള ആൾക്കാരെ വരണം, എലക്റ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യണ്ടേ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് തോട്ട്സും ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് ഇപ്പോ. ഡോക്ടർ ഏത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ UK-ല്? ഞാൻ ലെസ്റ്റർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലാണ്. ഇവിടെ ലെസ്റ്റർ സിറ്റി ഫുട്ബോൾ ക്ലബ്ബിൽ ഇപ്പൊ കേട്ടിട്ടുണ്ടാവും. അതെ. പിന്നെ അത് ലണ്ടനിൽ ഒരു 1.25 മണിക്കൂർ ട്രെയിനില്. ഓക്കെ, അവിടുത്തെ ഹോസ്പിറ്റലാണ്. ഇപ്പൊ ഞാനിപ്പോ ഇത് ഇത്രയും കേട്ടതെന്ന് ഞാൻ പറയുന്നത്, ഇപ്പൊ NHS-ൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ പലപ്പോഴും ഇതിനെ കുറിച്ചുള്ള മറ്റ് ലെവലിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയാം, യഥാർത്ഥത്തില് നമ്മൾ കോവിഡിന് വേണ്ടി ഇതെല്ലാം ഒരുക്കി വെച്ചിട്ട് ആൾക്കാരില്ല, മറ്റുള്ളവരും മരിച്ചോട്ടെ, അപ്പൊ അത് കോവിഡ് നമ്പറിൽ വരുന്നില്ലല്ലോ. ആ മരണസംഖ്യ ഇപ്പൊ 14,000 കഴിഞ്ഞു ഇവിടുത്തെ കോവിഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ട്രീറ്റ്മെന്റ് തന്നെ മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പല റെഗുലേഷൻസ് ഉള്ളത് കൊണ്ട് പല മരുന്നുകൾ കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒരു തിയറി തന്നെ വന്നിരിക്കുന്നു, നമ്മളിപ്പോ വെന്റിലേറ്റർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് കറക്റ്റ് അല്ല എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ വരെ ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ചു. ഓക്സിജൻ ഇനഫ് ബോഡിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടായിരിക്കും അതിൽ വെന്റിലേറ്റർ വരുന്ന പേഷ്യൻസ് ഇത്രയധികം മരിക്കുന്നു എന്ന് പറയുന്നു. ഈ മറ്റു രാജ്യങ്ങൾ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ തുടങ്ങിയ മരുന്നുകൾ ഉപയോഗിക്കുന്നു, ഇവിടെ നിയമപരമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു. 14,000 ആൾക്കാർ മരിക്കുന്നു, ബെഡുകൾ ഇനിയും പേഷ്യൻസ് വരാൻ വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്നു. ഇതേക്കുറിച്ച് എന്താ പറയുന്നു? അതൊരു വളരെ മോറലി ആൻഡ് എത്തിക്കലി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. നമുക്ക് ഡോക്ടർമാർക്കും അറിയാം, ഈ പോളിസി എടുക്കുന്ന പൊളിറ്റീഷ്യൻസിനും അറിയാം, മാനേജേഴ്സിനും അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം. പക്ഷേ NHS എന്ന് പറയുന്നത് വളരെ ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഇതിന്റെ ചട്ടക്കൂടിനകത്ത് നിന്നേ ഇതിനകത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോ റിസർച്ച് ആയിട്ട് നമ്മളിപ്പോ എന്തെങ്കിലും ഹൈഡ്രോക്സി ക്ലോറോക്വിൻ അല്ലെങ്കിൽ അസിത്രോമൈസിൻ
അല്ലെങ്കിൽ ആന്റിവൈറൽ ഡ്രഗ്സ് അല്ലെങ്കിൽ പ്ലാസ്മ ട്രീറ്റ്മെന്റ്, ഇതൊക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ പല രീതിയിലും വായിക്കുന്നുണ്ട്, അതെല്ലാം ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ളത് കാര്യം. പക്ഷേ UK അത് ട്രൈ ചെയ്യാൻ പറ്റത്തില്ല, ആസ് സച്ച് ക്ലിനിക്കലി ട്രൈ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പറ്റുന്നത് റിസർച്ച് ട്രയൽസിനകത്ത് ജോയിൻ ചെയ്തിട്ട് ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് നമുക്ക് അതിനകത്ത് ഈ പറയുന്ന മരുന്നുകളൊക്കെ ട്രൈ ചെയ്യാം. അപ്പൊ അതിൻ്റെതായ പരിമിതികളുണ്ട്. കാര്യം നാളെ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇതിന്റെ ഇഫക്റ്റ് എന്താണെന്നുള്ളത്. ഇത് പലതും ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും സിവിയർ ആയിട്ട് അഫക്റ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ ആ സമയത്ത്. ഫോർ എക്സാമ്പിൾ ചൈന, ഇറ്റലിയൊക്കെ അവരുടെ കയ്യിൽ എങ്ങനെ ഇത് ട്രീറ്റ് ചെയ്യണം എന്ന് അറിഞ്ഞാത്തതുകൊണ്ട് ഒരുപാട് മരുന്നുകൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെല്ലാം ഇഫക്റ്റീവ് ആയി, ഏതെല്ലാം ഇഫക്റ്റീവ് ആവത്തില്ല, ഏതെല്ലാം സൈഡ് ഇഫക്ട്സ് ഉണ്ട് എന്ന് നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. അപ്പോ UK ചെയ്യുന്ന സ്ട്രാറ്റജി ശരിയാണോ അതോ ഇതെല്ലാം ട്രൈ ചെയ്യണമായിരുന്നോ എന്നുള്ള കാര്യം നമുക്ക് സമയം, ഫ്യൂച്ചറിൽ ഇതിനകത്തുള്ള സ്റ്റഡീസും എപ്പിഡെമിയോളജിക്കൽ ഡേറ്റ വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് ഇപ്പോഴൊരു ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മെയിൻ ആയിട്ട് നമ്മൾ UK ചെയ്യുന്നത് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് തന്നെയാണ്. അതായത് ബേസിക്കലി നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റമിന് മാക്സിമം, നമ്മുടെ ലങ്സിനും ശ്വാസകോശം എല്ലാം മാക്സിമം റെസ്റ്റ് കൊടുത്ത് അതിനെ തന്നെ ഹീൽ ചെയ്ത് പുറത്ത് കൊണ്ടുവരാനാണ് നോക്കുന്നത്. അതിനിപ്പോ ഓക്സിജൻ തെറാപ്പിയോ അല്ലെങ്കിൽ പെയിൻ തെറാപ്പിയോ ആന്റിബയോട്ടിക് സെക്കൻഡറി ഇൻഫെക്ഷൻ കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളതാ ശ്രമിക്കുന്നത്. ഇപ്പോൾ വെന്റിലേഷനെ പറ്റിയുള്ള രണ്ടാമത്തെ ചോദ്യം, അതും ഒരു ഡിഫിക്കൽട്ട് കാര്യം എന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററിൽ എത്തപ്പെടണമെങ്കിൽ തന്നെ ആൾക്കാർക്ക് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അപ്പോ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വന്നിരിക്കുന്ന 1 in 2 people if you end up in a ventilator will die എന്നുള്ളതാണ്. 50%. അതെ, നമുക്ക് അങ്ങനെ എത്തിക്കൽ കേസസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ആൾക്കാര് നമ്മൾ വെന്റിലേറ്ററിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ ആൾക്കാരുടെ സംസാരിക്കുമ്പോൾ അവര് പറയുന്നത് എനിക്ക് വെന്റിലേറ്ററിൽ പോകണ്ട. അപ്പൊ പേഷ്യന്റിന്റെ പിന്നെ തോട്ട്സും അവരുടെ പിന്നെ ആഗ്രഹങ്ങളും നമ്മൾ മാനിക്കണം. അതായത് പേഷ്യന്റ് ഓട്ടോണോമി, അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. വെന്റിലേറ്ററിൽ പോയി കഴിഞ്ഞാൽ മരിക്കാനുള്ള സാധ്യത 50% എന്ന് പറഞ്ഞാൽ കുറച്ച് മോഡറേറ്റ് ആയിപ്പോയി. അബൌട്ട് 70% മരിക്കുന്നു എന്നൊക്കെയാണ് പത്രങ്ങളിൽ വായിക്കുന്നത്. അപ്പൊ വെന്റിലേറ്ററിൽ പോയാൽ നമ്മൾ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണെന്ന് പറയുന്നു. അപ്പൊ എന്തോ ആ ട്രീറ്റ്മെന്റിന് അത്ര എഫക്റ്റീവ് അല്ല എന്ന് ഒരു ആർക്കും വേണോ തോന്നാം. 14,000 ആൾക്കാർ മരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് കൊടുത്ത് അവർ ഒന്ന് ട്രൈ ചെയ്തുകൂടെ എന്നുള്ളതേ ഉള്ളൂ നമ്മളൊരു ആസ് എ കോമൺ മാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്. അപ്പോഴും നമ്മൾ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. കാര്യം ഇത് ശരിയാണ്, നമ്മൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് അത് കൊടുത്തുകൂടാ? കാര്യം എന്ന് പറഞ്ഞ ഒരു സൈഡ് ഇഫക്റ്റ് അത്ര ഇല്ല. അല്ല, ചെറിയ ഡോസ് ഹൈഡ്രോക്സി ക്ലോറോക്വിന് സൈഡ് ഇഫക്റ്റ് ഒക്കെ ഒരുപാടുള്ള മരുന്നാണ്. മലേറിയയ്ക്ക് പണ്ട് ഉപയോഗിച്ചിരുന്ന മരുന്നാണ്. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ലോകത്ത് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ ഇതിനകത്ത് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ അസ് സച്ച് ഒരു സൈഡ് ഇഫക്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് പിന്നെ അത് കൂടുതൽ നാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കണ്ണിന് ചേഞ്ചസ് ഉണ്ടാവാം, ഹാർട്ടിൽ അരിത്മിയാസ് ഉണ്ടാവാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള മരുന്നാണത്. പക്ഷെ ഒരു ചെറിയ ഡോസ് ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ല. അത് ശരിയാവുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ ആ പിന്നെ NHS വർക്ക് ചെയ്യുന്നത് കൊണ്ട് ആ പരിധിക്കുള്ളിൽ തന്നെ നിന്ന് വർക്ക് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുള്ളത്. പിന്നെ അതെനിക്ക് തോന്നുന്നു ബിജുവിനും സംസാരിക്കാം. എന്ത് പറയുന്നു ബിജു, എന്ത് പറയുന്നു? എന്റെയും അഭിപ്രായം ഇത് തന്നെയാണ്. ഒന്ന്, നമ്മുടെ തിയേറ്റർ കപ്പാസിറ്റി എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്തില്ല, അതാണ് ഒന്ന് വന്നത്. നമ്മൾ ഇത് ഫോർവേഡ് പ്ലാനിങ് പോലെയാണ്. നമ്മളൊരു സർജ് കഴിഞ്ഞ വീക്കെൻഡാണ് എക്സ്പെക്ട് ചെയ്തത്. ഇപ്പം എനിക്ക് തോന്നുന്നു സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ വന്നത് കാരണം ഒരു ശകലം ഒരു പ്ലാറ്റോ പോലെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ വിചാരിച്ചത്ര പേഷ്യന്റ് നമ്മുടെ ആശുപത്രിയിലൊന്നുമില്ല. അത് കാരണമാണ് ഒരുപാട് ബെഡ്സ് ഒഴിഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അനസ്തെറ്റിസ്റ്റ് ഒരുപാട് ഷോർട്ടേജ് ഉള്ള സ്പെഷ്യാലിറ്റിയാണ് അനസ്തീഷ്യ. അനസ്തെറ്റിസ്റ്റ് ആണ് ഈ മുൻപന്തിയിൽ നിന്ന് ഈ കോവിഡ് പേഷ്യൻസിനെയൊക്കെ ചികിത്സിക്കുന്നത്. അപ്പൊ അവർക്ക് ഈ ഫുൾ PPE ഇട്ടിട്ട് 6 മണിക്കൂറിൽ കൂടുതൽ ഒരാൾക്ക് ആ PPE കിറ്റിനകത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ശ്വാസം മുട്ടല്, തലവേദന, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മളൊരു 1/4 മണിക്കൂർ ചെയ്യുന്ന ഓപ്പറേഷൻ കഴിയുമ്പോൾ തന്നെ നമ്മുടെ തല ഒരുമാതിരി പൊട്ടുന്ന പോലത്തെ വേദനയും ശ്വാസം മുട്ടലും എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു പരിമിതമായ ഒരു നമ്പർ ഓഫ് പീപ്പിൾ ഉള്ള ഒരു സ്പെഷ്യാലിറ്റീനെ സ്ട്രെച്ച് ചെയ്തിരിക്കുകയാണ്. അത് കാരണമാണ് ബാക്കി ഓപ്പറേഷൻസ് ഒക്കെ കുറച്ച് വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. എന്നിരുന്നാലും അത്യാവശ്യമുള്ള സർജറികളൊക്കെ ചെയ്യുന്നുണ്ട് മിക്ക സ്ഥലത്തും.
അല്ല, ഞാൻ ഡോക്ടർ ബിജു സംസാരിക്കുന്നതോട് ചോദിച്ചതാണ്. ഡോക്ടർ ബിജുവിനോട് ചോദിക്കാനായിട്ട് വേറെ 1-2 ക്വസ്റ്റ്യനുകൾ ആൾക്കാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ രാത്രി കാലങ്ങളിൽ യൂറിൻ പോകുന്നില്ല എന്ന് പറയുന്ന അവസരത്തിൽ ഹോസ്പിറ്റലിൽ പോകണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ പോകാൻ പറ്റാത്ത പേടി, പകലാകുമ്പോൾ ഇത് റെഡിയാവുന്നു എന്ന് പറയുന്ന ഒരു പേഷ്യന്റ് വിളിച്ചു. എന്താണ് അതിന്റെ മറുപടി? പ്രായം നമ്മുടെ സ്പെഷ്യാലിറ്റിയുടെ ഇതെന്ന് വെച്ചാൽ പ്രായം കൂടുന്തോറും ആണുങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട് എല്ലാ ആണുങ്ങൾക്കും വരും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് ഒരു 50 വയസ്സ് കഴിയുമ്പോൾ എല്ലാവരുടെയും ഗ്രന്ഥി എന്തെങ്കിലും രീതിയിൽ ശല്യം ചെയ്യും. അത് സിംറ്റം എത്രത്തോളം ബുദ്ധിമുട്ട് വരുത്തുന്നുള്ളത് ഇറ്റ് ഡിഫേഴ്സ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചിലർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും, ചിലർക്ക് അത്ര അധികം ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഇക്കാലത്ത് നമുക്കിപ്പോ മൂത്രമൊഴിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ വന്നേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കും. അങ്ങനെ അത് സഹിക്കാൻ പറ്റൂലാത്തത്രയും വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള ആൾക്കാർ ആശുപത്രിയിൽ വരുന്നുണ്ട്. ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോയാൽ തന്നെ കോവിഡ് ആൻഡ് നോൺ കോവിഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത് ട്രയൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നോൺ കോവിഡ് പാത്വേ, ആ നോൺ കോവിഡ് ഏരിയ, അല്ലെങ്കിൽ നമുക്കിപ്പം മിക്ക സ്ഥലത്തും സർജിക്കൽ അസസ്മെന്റ് യൂണിറ്റ്സ് ഉണ്ട്, അവരെ നേരെ സർജിക്കൽ അസസ്മെന്റ് യൂണിറ്റിലേക്ക് വിടുകയാണ്. അപ്പം ഇങ്ങനെ വരുന്ന പേഷ്യൻസിന് ഇപ്പൊ കത്തീറ്റർ ഇടണം എന്നുണ്ടെങ്കിൽ കത്തീറ്റർ ഇട്ട് കഴിയുമ്പോൾ ആ പേഷ്യന്റിനെ പിന്നെ നമ്മൾ ആശുപത്രിയിൽ വെക്കുന്നില്ല. ആ കമ്മ്യൂണിറ്റിയിൽ കത്തീറ്റർ എടുത്തിട്ട് മൂത്രമൊഴിക്കാൻ മരുന്ന് കൊടുത്തിട്ട് കമ്മ്യൂണിറ്റി വഴി കത്തീറ്റർ എടുത്തിട്ട് മൂത്രമൊഴിക്കാൻ പറ്റുമോ നോക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ യൂറിനറി സിംറ്റം എന്ന് പറയുന്നത് കുറെയൊക്കെ നമ്മൾ വരുത്തി വെക്കുന്നതുമാണ്. ഒരുപാട് ചായ കുടിക്കുക, ഒരുപാട് മദ്യപിക്കുക, രാത്രി അനാവശ്യമായിട്ട് ചായ കുടിച്ചിട്ട് കിടന്നുറങ്ങുക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ സ്റ്റിമുലന്റ് ഡ്രിങ്ക്സ്, ഇപ്പൊ ചായ, പിന്നെ സിട്രസ് ജ്യൂസസ്, ബ്ലാക്ക് കറന്റ് ജ്യൂസ്, നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന സംഭവങ്ങളെല്ലാം ആൽക്കഹോൾ എല്ലാം ഒരുപാട് മൂത്രം ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ കാലത്ത് പരിമിതമായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും യു വിൽ ഫൈൻഡ് ദാറ്റ് ആ സിംറ്റംസ് എല്ലാം കുറവായിരിക്കും. ഞാൻ ഡോക്ടറിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ വിപിൻ, നമ്മളുടെ ഈ ഡെന്റിസ്ട്രിയെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പൊ ഇപ്പോഴും ഈ വേദന ഉള്ള ആൾക്കാർ ഒരുപക്ഷെ വരണ്ടെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് നമുക്ക് എന്തൊരു ഉപദേശമാണ് കൊടുക്കാൻ പറ്റുന്നത്? നമ്മളിപ്പോ വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കാൻ പറ്റുന്നത് ഒന്ന് പല്ലുവേദന എന്തുകൊണ്ടാണ് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ പെയിൻ ടാബ്ലറ്റ്സ് കഴിക്കുക. പാരസെറ്റമോൾ ആണ് മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ കൊഡീൻ. കാരണം ഐബുപ്രോഫൻ കോവിഡിന് എഫക്ട് ചെയ്യുന്നു എന്നൊരു ന്യൂസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ബ്രൂഫൻ ഇപ്പൊ നമ്മളങ്ങനെ പറയാറില്ല. അപ്പൊ മെയിൻലി പെയിൻ ടാബ്ലറ്റ്സ് മാനേജ്മെന്റ് അതാണ്. പിന്നെ അടുത്ത ഒരു പ്രോബ്ലം വരാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ കമ്പി, ഓർത്തഡോണ്ടിക് ആയിട്ടുള്ള കമ്പികൾ ബാക്കിൽ കുത്തുന്നത് പലരും അങ്ങനെ വിളിച്ചിട്ട് കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെറിയ ചൂയിങ് ഗമോ അങ്ങനെ എന്തെങ്കിലും അവിടെ വയ്ക്കുക. പിന്നെ പല്ല് പൊട്ടിയിട്ടുള്ളവരാണെങ്കിൽ നാക്കിലോ അല്ലെങ്കിൽ കവിളിലോ ആണെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പറയുമ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് അതേ ചെയ്യാൻ പറ്റുള്ളൂ. വീട്ടിൽ സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഉരച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ആക്കുക. ഇത് നമ്മൾ പണ്ട് ഇതൊന്നും ഇങ്ങനെയൊന്നും ആരും പറയില്ല, പക്ഷെ ഇപ്പൊ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. വളരെ ക്ലിയർ ആണ്. ഇപ്പോഴ് നമുക്ക് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്കൊരു നല്ലൊരു സ്വെല്ലിംഗ് വേണം, വിച്ച് ലൈക്ക് എഫക്ട്സ് യുവർ ലൈക്ക് ബ്രീത്തിങ്. നമുക്ക് എന്തെങ്കിലും റെസ്പിറേറ്ററി ആയിട്ട് പ്രോബ്ലം, അല്ലെങ്കിൽ ഫീവർ, ഈ സ്വെല്ലിംഗ് കൊണ്ട് ഒരു ഫീവർ വരികയോ, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസറസ് ആയിട്ടുള്ള ലീഷൻസ് നിങ്ങൾ സസ്പെക്ട് ചെയ്യുന്നെങ്കിലോ, ഇങ്ങനെയൊക്കെയുള്ള വളരെ കുറച്ച് ഇതിനെ ഇപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റ് ഉള്ളൂ. അതും ബുദ്ധിമുട്ടാണ്. നമ്മൾ ആദ്യം നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ വിളിച്ച് അവര് പിന്നെ റെഫർ ചെയ്ത് പിന്നെ റെഫറല് NHS ഒന്നും കൂടെ പെറൂസ് ചെയ്ത് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ, അതും വേറെ എക്സ്ട്രാക്ഷൻസ് മാത്രമേ ഉള്ളൂ. റൂട്ട് കനാലോ ഫില്ലിങ്സോ അങ്ങനെയുള്ള ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇപ്പോ ഈ ടെമ്പററി ഫില്ലിംഗ് മെറ്റീരിയൽസ് നമുക്ക് ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് വാങ്ങിച്ചു വെച്ചിരുന്നാൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഷാർപ്പ് എഡ്ജസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പല്ല് പൊട്ടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ തൽക്കാലത്തേക്ക് അവിടെ ടെമ്പററി ഫില്ലിങ് വയ്ക്കുക. ടെമ്പററി ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെന്റൽ സർജറിയിൽ യൂസ് ചെയ്യുന്ന ടെമ്പററി ഫില്ലിങ്ങിന്റെ പോലെയല്ല, അത് കുറച്ചും കൂടെ സോഫ്റ്റർ ആണ്. അപ്പം ഈ ടെമ്പററി ഫില്ലിംഗ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളാം, ആ ഭാഗത്തിട്ട് കടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത്. പിന്നെ അതെ, ഇതൊക്കെയാ ബേസിക്കലി നമുക്കിപ്പോ ചെയ്യാനായിട്ട് പറ്റുന്നത്.
താങ്ക് യു. ഞാൻ ഡോക്ടർ പ്രദീപിലേക്ക് വരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ കേരളത്തിന്റെ ഒരു ഇരട്ടി ജനസംഖ്യ മാത്രമാണ് നമുക്കിവിടെ UK ഉള്ളത്. എന്നിട്ട് കേരളത്തിലാണ് ഇതിന് മുമ്പേ വന്നത്. അവരതിനെ കൺട്രോൾ ചെയ്തു നിൽക്കുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വീഴ്ച വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയും? ഇത്രയും ആൾക്കാർ മരിച്ചു, ഇനി ആൾക്കാർ എത്ര മരിക്കുമെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ഇവിടെ നിൽക്കുന്നു. എന്നിട്ട് നമ്മൾ പല കാര്യങ്ങളും കേരളത്തിനെ കമ്പയർ ചെയ്യണമെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. കേരള മോഡൽ എന്നാണ് ഇപ്പൊ എല്ലാവരും അതിനെപ്പറ്റി പറയുന്നത്. അതായത് കേരള വാസ് ആൻ എക്സംപ്ലറി സ്റ്റേറ്റ് അല്ലെങ്കിൽ എക്സംപ്ലറി പ്ലേസ്. അതുപോലെ തന്നെ കർണാടകയും അതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കേരള ചെയ്തതെന്ന് പറഞ്ഞാല് കേരളത്തിന്റെ ആ ഹോൾ മെഷീനറി, ഗവൺമെന്റ് മെഷീനറി വാസ് ആക്റ്റീവ് സ്ട്രേറ്റ് അവേ. കേരളത്തിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് 2 നിപ വൈറസും ഒരു പ്രളയവും വന്ന സ്ഥലമാണ്. അപ്പോ ക്രൈസിസ് മാനേജ്മെന്റിൽ കേരള വാസ് ഓൾറെഡി അഹെഡ് ഓഫ് അതർ സ്റ്റേറ്റ്സ്. അവർക്ക് അറിയാം. അപ്പൊ അവര് ഉപയോഗിച്ചിരുന്ന ആ ഒരു മോട്ടോ എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതല്ല, പ്രിവെൻഷൻ ഈസ് ക്യൂർ എന്നുള്ളതാണ്. പ്രിവെൻഷൻ തന്നെയാണ്, അപ്പൊ പ്രതിരോധം തന്നെയാണ് ക്യൂർ എന്നുള്ള ഒരു മെത്തേഡാണ്. അപ്പോ നമ്മുടെ അവിടുത്തെ ഓഫ്കോഴ്സ് നമ്മൾ അവരെ കമന്റ് ചെയ്യണം. പിന്നെ ഹെൽത്ത് മിനിസ്ട്രിയും അവിടെയുള്ള ഡോക്ടേഴ്സും പിന്നെ ഇൻക്ലൂഡിങ് ചീഫ് മിനിസ്റ്റർ എല്ലാവരും ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടീസ്, പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാവരും അവര് വളരെ കരുതലോടെയാണ് ഇരുന്നത്. ജാനുവരി 30 ഫസ്റ്റ് കേസ് വന്നത് അവിടെ. അത് വുഹാനിൽ പഠിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് കേരളത്തിൽ ലാൻഡ് ചെയ്തപ്പം അവർ ഉടനെ തന്നെ അത് ടെസ്റ്റ് ചെയ്തു, കണ്ടുപിടിച്ചു. പക്ഷെ ജാനുവരി 31 UK ഫസ്റ്റ് കേസ് വന്നത്. അപ്പൊ ഇതുവരെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് 2 മരണമാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത് കേരളത്തിൽ. 33 മില്യൺ ആണ് നമ്മുടെ പോപ്പുലേഷൻ. അതിന്റെ ഡബിൾ 66 മില്യൺ ആണ് നമ്മുടെ പോപ്പുലേഷൻ. അപ്പൊ അതിന്റെ മെയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് 4T എന്ന് പറയുന്നതാണ്. അതായത് ടെസ്റ്റിംഗ്, ഫസ്റ്റ് ടെസ്റ്റിംഗ്, അഗ്രസീവായി ടെസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ ആ ഒരു ടെസ്റ്റിംഗ് സ്ട്രാറ്റജി നമുക്ക് UK ഇല്ലായിരുന്നു. രണ്ടാമത് ട്രേസിംഗ്, ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാര് ആ എവിടെയൊക്കെ സ്ഥലങ്ങളിൽ പോയി ആരെയൊക്കെ മീറ്റ് ചെയ്തു, അപ്പൊ അവരെ ട്രേസ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി. മൂന്നാമത്തേത് ട്രീറ്റ്മെന്റ്. ആ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ വീട്ടിൽ ഇരുത്തിയല്ല ട്രീറ്റ് ചെയ്യുന്നത്. അവര് മെജോറിറ്റിയും അവര് ഹോസ്പിറ്റലിൽ തന്നെ ഫീവർ വാർഡ്സ് ചെയ്ത് അതിൻ്റെതായ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ അവിടെ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. ഓക്സിജൻ സാച്ചുറേഷൻ മോണിറ്റർ ചെയ്തും ഓക്സിജൻ കൊടുത്തുമൊക്കെ. നാലാമത്തതാണ് ഈ ടാർഗറ്റഡ് ക്വാറന്റൈൻ എന്ന് പറയുന്നത്. അതായത് അവരെ ഐസൊലേറ്റ് ചെയ്യണം. എവിടെയും, അത് വീട്ടിലാവാം, അത് ഹോസ്പിറ്റലിലും ആവാം. ഇത് നന്നായിട്ട് പ്രയോഗിച്ചുകൊണ്ടാണ് ഇത്ര നന്നായിട്ട് കേരളം പിന്നെ ഇത് ഇത്രയും മരണനിരക്ക് വളരെ കുറച്ചത്. 2 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നില്ലാണ് ആ രീതിയിലാക്കിയത്. അല്ലെ, താങ്കളെ പോലെയുള്ളവർക്ക് ഇപ്പൊ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഇത് പറയാൻ പറ്റുന്ന സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ ലോകത്തിൽ നടക്കുന്നു എന്ന് അവരെ കൂടെ അറിയിക്കുക എന്നുള്ളതാണ്. കാരണം ഇത്രയും ആൾക്കാർ മരിച്ചതുകൊണ്ട് പറയുകയാണ്. അവിടെ 2 പേര് മരിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് നമ്മൾ പറയുമ്പോൾ ഇവിടെ 14,000 മരിച്ചു എന്ന് പറയുന്നത് 14,000 വി ആർ ഓൺ ദ ട്രാക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇവിടെ സംസാരിക്കുന്നത്. എന്താണ് 14,000 ആൾക്കാർ മരിച്ച വി ആർ ഓൺ ദ ട്രാക്ക് എന്ന് പറയുന്നത്? എന്ത് മര്യാദയാണ്? വളരെ കഷ്ടമാണ് അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞ കാര്യം. ഞാൻ പറയുന്നത് ഇപ്പൊ ഒരാൾ പറയുന്നതിനേക്കാൾ എവിടെയൊക്കെ അവസരങ്ങൾ കിട്ടുമോ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ കൂടെ ഒന്ന് പ്രേരിപ്പിച്ചു എന്നുള്ളതേ ഉള്ളു. താങ്ക് യു ഡോക്ടർ. ഞാൻ ഡോക്ടർ ബിജുവിലേക്ക് വരട്ടെ. ഡോക്ടർ ബിജു, നമുക്ക് ഈ അവസരത്തില് നമ്മുടെ ആൾക്കാർക്കെങ്കിലും, മലയാളികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പ്രോഗ്രാം പ്രത്യേകിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അവർക്ക് ഒരുപാട് അഡ്വൈസിന്റെ ആവശ്യമുണ്ട്. പലരും പല രീതിയിൽ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പൊ ഇന്ന് തന്നെ വേറൊരു ആൾ വിളിച്ചിട്ട് നമ്മൾ എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ 8 മണിക്ക് ഇറങ്ങി കൈയടിക്കുന്നു. പക്ഷേ അവർ ജോലി വിട്ട് വീട്ടിൽ വരുമ്പോ ആ വീട്ടുകാർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നു എന്നുള്ളൊരു ഒരു കാര്യം കൂടെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അവർക്കൊരു സാന്ത്വനം കൊടുക്കാനായിട്ട് ആ വീട്ടുകാർക്ക് തന്നെ മനസ്സിലാവണം ഇവർ വരുന്നത് എല്ലാം ഇതൊന്നും പകരത്തില്ല എന്ന് തോന്നുന്ന ഒരു അവസരത്തിൽ ഒരു അഡ്വൈസ് കൊടുക്കണം എന്ന് പറയും. ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ വീട്ടിലും എൻ്റെ വൈഫ് NHS വർക്ക് ചെയ്യുന്നതല്ല. അപ്പം നമ്മൾ ഫ്രണ്ട് ലൈൻ പോയി വരുമ്പോഴത്തേക്ക് നമുക്കായിട്ട് എടുക്കാൻ പറ്റുന്ന ചില പ്രിക്കോഷൻസ് ഉണ്ട്. നമ്മൾ ഡ്രസ്സ് വരുന്നത് അപ്പൊ തന്നെ അഴിച്ച് നനയ്ക്കാനിടുക, കുളിക്കുക, കൈ കഴുകുക, സ്ഥിരമായിട്ട് കൈ കഴുകുക. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ സെൽഫ് ഐസൊലേറ്റ് ചെയ്യുക.
ഒരു മുറിക്കകത്ത് തന്നെ അടച്ചിരിക്കുക. സെപ്പറേറ്റ് ബാത്റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂം കഴിയുന്നതും ബാക്കി കുടുംബക്കാരെ ഉപയോഗിക്കാതിരിക്കുക. കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ. ആശുപത്രിയിൽ പോയാൽ ഇപ്പൊ ഞാൻ തന്നെ ആശുപത്രിയിൽ ഒരു ചെരുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആശുപത്രിയിൽ കഴിയുന്നതും ബോർഡ് വഴി നടക്കാതെ പുറത്തു വഴി പോയി വളരെ കുറച്ച് ദൂരം മാത്രം അകത്ത് കയറി ചെന്നുടനെ ഷൂ മാറ്റി വേറെ ഷൂസ് ഇട്ടുക. തിയേറ്റർ ഡ്രസ്സ് നമുക്കൊക്കെ ക്ലിനിക്കൊക്കെ ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ ഏപ്രൺ യൂസ് ചെയ്യുക, ഗ്ലൗ യൂസ് ചെയ്യുക, മാസ്ക് യൂസ് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുക. അത്തരം കാര്യം. പിന്നെ ഹാൻഡ് വാഷിങ് നമ്മൾ മുഖത്ത് കഴിയുന്നതും തൊടാതിരിക്കുക. പറയാൻ എളുപ്പമാണ്, പക്ഷെ എന്നിരുന്നാലും അത്ര എളുപ്പമല്ല. നമ്മൾ ഇന്ത്യയിൽ ആരോ ഒരു വീഡിയോ കാണിച്ചു, കയ്യിൽ ഇങ്ങനെ പ്ലാസ്റ്റർ ഒട്ടിച്ചാൽ കൈ അധികം പൊന്തത്തില്ല. അത് നടക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ അല്ലേ എന്ന് പറയുന്നത്. അത് തന്നെ. നമ്മളായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ തിരിച്ചു വന്നുടനെ തുണി അഴിച്ച് കഴുകാനിടുക. ആ തുണി ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാതിരിക്കുക. ആശുപത്രിയിൽ നിന്ന് കൈ കഴുകുക. പക്ഷെ ആശുപത്രിയിൽ നിന്ന് വന്നുടനെ ഏറ്റവും ഇത് കൈ കഴുകുന്ന മാത്രമല്ല, കുളിക്കുക. ആശുപത്രിയിൽ നിന്ന് വന്നുടൻ പോയി കുളിക്കുക. ബാക്കി ആരെ കാണുന്നതിന് മുമ്പും പോയി ഡ്രസ്സ് മാറി കുളിച്ചിട്ട് വന്നിട്ടേ ബാക്കിയുള്ള വീട്ടുകാരുമായിട്ടുള്ള സമ്പർക്കം പാടുള്ളൂ എന്നത്. താങ്ക് യു ഡോക്ടർ ബിജു. ഞാൻ ഡോക്ടർ വിപിനിലേക്ക് വരട്ടെ. വിപിൻ, ഇപ്പൊ ഒരാൾക്ക് ഒരു എമർജൻസി എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ഇൻഫർമേഷൻ ഒക്കെ കിട്ടണമെങ്കിൽ അവർ എവിടെയാണ് പോവേണ്ടത്? ഞാൻ ഒരു കുറച്ച് വെബ്സൈറ്റ്സിൽ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാൻ പറ്റുമോ ഒന്ന് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. ഇത് ഈ ടൈമില് അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന സർവീസുകളാണ് അല്ലേ? അതെ. ഇതിൽ ഏറ്റവും താഴെ ഉള്ളത് വളരെ നല്ലൊരു ഒരു സൈറ്റാണ്. അതായത് നിങ്ങൾ അതിൽ പോയിട്ട് നിങ്ങളുടെ സിംറ്റംസ് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ അത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് അവർ തന്നെ അത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട അതാണോ അല്ലയോ എന്നുള്ളത് കാണിക്കും. ഇത് ജനറൽ ഒരു ഇൻഫർമേഷന് വേണ്ടിയാണ്. പക്ഷെ നല്ല കുറച്ച് വെബ്സൈറ്റ്സ് എനിക്ക് തോന്നിയത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ വിപിൻ. ഡോക്ടർ പ്രദീപിലേക്ക് വരട്ടെ. ഞാനിതൊന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇപ്പൊ എല്ലാവരും ഈ കോവിഡിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. നമുക്ക് എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴും ഇപ്പം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന UK യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി സപ്രഷൻ സ്ട്രാറ്റജി എന്നുള്ളതാണ്. അതായത് സെൽഫ് ഐസൊലേഷൻ, സോഷ്യൽ ഡിസ്റ്റൻസിങ്. അപ്പൊ ഇത് തന്നെയാണ്, ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. അതായത് 2 meters ആണ് നമ്മൾ പറയുന്ന ഡിസ്റ്റൻസ്. 2 meters എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ചുമച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വളരെ ഒച്ചത്തിൽ സംസാരിച്ചാലോ ഏകദേശം 2 meter വരെ ഇത് റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ട്രാവൽ ചെയ്ത് വൈറസിനെ ഇൻഫെക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ 2 meter ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക ആൾക്കാരുമായിട്ട് മാക്സിമം. പിന്നെ രണ്ടാമതുള്ളത് ശുചിത്വമാണ്. ഹൈജീൻ, പേഴ്സണൽ ഹൈജീൻ, ഫാമിലി ഹൈജീൻ, ഹൗസ് ഹൈജീൻ. അപ്പൊ അത് നമ്മൾ പേഴ്സണൽ ഹൈജീനെ പറ്റി ഇപ്പൊ ഇവിടെ സംസാരിച്ചു, ബിജുവും പറഞ്ഞു, വിപിനും പറഞ്ഞു. പക്ഷെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മള് സൂപ്പർ മാർക്കറ്റ്സിൽ നിന്ന് പോയിട്ട് വരുമ്പോ സൂപ്പർ മാർക്കറ്റ്സും ഷോപ്സും ഒരു വൺ ഓഫ് ദ ബിഗസ്റ്റ് സോഴ്സസ് ആണത് ഇതിന്. അപ്പോ നമ്മള് എസ്പെഷ്യലി നമ്മളിപ്പോ ബിഗ് ഷോപ്സിലും പോവും, അല്ലാതെ ചെറിയ ഷോപ്സിൽ, ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ഷോപ്സിലും ഏഷ്യൻ ഷോപ്സിലും ഒക്കെ പോകുമ്പോ വളരെ അടുത്ത് നിന്നാണ് എല്ലാവരും ഷോപ്പ് ചെയ്യുന്നതും ഈ ചുമക്കുന്നതും ഒക്കെ. അപ്പൊ വളരെ സൂക്ഷിക്കണം. വീട്ടിൽ വന്നാൽ തന്നെ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് നമ്മൾ ആ ബാഗിനകത്തുള്ള സാധനങ്ങൾ, നമ്മൾ വാങ്ങിച്ചുള്ള ഭക്ഷണ സാധനങ്ങൾ എല്ലാം ഒരു സ്ഥലത്ത് തന്നെ എപ്പോഴും വെക്കുക. എന്നിട്ട് ഉടനെ തന്നെ അത് എടുക്കുക. എന്നിട്ട് നമ്മൾ കൈ വാഷ് ചെയ്തതിനു ശേഷം ഓരോ സാധനങ്ങൾ എടുത്ത് ക്ലീൻ ചെയ്യുക. അപ്പോ ഇതിനകത്ത് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള അറിയാവുന്നുള്ളത്, COVID-19 വൈറസ് പ്ലാസ്റ്റിക് സർഫസസിൽ ഒരു ദിവസം അത് ലാസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു ദിവസമല്ല, 3 ദിവസം പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ സർഫസസിൽ. കാർഡ്ബോർഡിലാണെങ്കിൽ ഒരു ദിവസം. കോയിൻസ്, 1 pound കോയിൻ, 2 pound കോയിൻസിലൊക്കെ 4 മണിക്കൂർ. അപ്പൊ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യണം. എന്നിട്ടേ നമ്മൾ ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കാവുള്ളൂ. ഫ്രിഡ്ജ് എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. കാര്യം തണുത്ത വെതറാണ്, അതായത് തണുപ്പാണ് അതിനകത്ത്. അപ്പോ അതിനകത്ത് ഒരുപാട് നാള് കൊറോണ വൈറസിന് സർവൈവ് ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജ് നല്ലതായിട്ട് വൃത്തിയാക്കുക,
സാധനങ്ങൾ ഓരോന്നും പ്ലാസ്റ്റിക് ആണെങ്കിൽ തുടച്ചല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൽ നിന്ന് പാക്കറ്റിൽ നിന്ന് പൊളിച്ച് നമ്മൾ തിരിച്ച് ഒരു പാത്രത്തിനകത്തിട്ട് അത് വേണം അകത്ത് വെക്കാൻ. അത് പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൊബൈൽ ഫോൺ. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്. ആ ഫോൺ നമ്മൾ പുറത്തു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യണം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്ലീൻ ചെയ്യാന്നുള്ളത്. അത് ഇപ്പം ആൽക്കഹോൾ എന്തെങ്കിലും അങ്ങനെയുള്ള റെപ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കാറിന്റെ സ്റ്റിയറിങ്ങും ആ വീലും ഒക്കെ എപ്പോഴും ക്ലീൻ ചെയ്യാം. അതിനുവേണ്ടി എന്തെങ്കിലും സ്റ്റെറിലൈസറോ സം സോർട്ട് ഓഫ് ക്ലീനറോ കാറിനകത്ത് വെച്ചേക്കുക. അപ്പൊ ഇങ്ങനെയുള്ള പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ടിൽ ആൻ എഫക്റ്റീവ് വാക്സിൻ ഈസ് ഫൗണ്ട്. അപ്പൊ ഇത് നമ്മൾ പറയുന്നത് ആഴ്ചകളോ മാസങ്ങളോ അല്ല. മാസങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇഫക്റ്റീവ് വാക്സിൻ വരണം എങ്കിൽ എനിക്ക് തോന്നുന്നു ഇറ്റ് ക്യാൻ ബി പ്രോബ്ലി നെക്സ്റ്റ് ഇയർ അറ്റ് ഏർലിയസ്റ്റ്. അപ്പോ അതുവരെ നമ്മൾ ഈ കാര്യങ്ങൾ പിന്നെ പ്രാക്ടീസ് ചെയ്യണം. അത് ഔട്ട്ബ്രേക്സ് പലയിടത്തും ഉണ്ടാവാം. ഇപ്പൊ പലയിടത്തും കൺട്രോൾഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ തന്നെയും ഒരാള് മതി ഇത് പിന്നെയും കമ്മ്യൂണിറ്റിയില് പിന്നെ സ്പ്രെഡ് ചെയ്യാൻ. അപ്പോ വളരെ സൂക്ഷിച്ചു വേണം. അടുത്ത ഏതാനും മാസങ്ങൾ ഒരു രാജ്യം മാത്രമല്ല എല്ലാ ലോകം മുഴുവനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഓക്കെ, ഏതായാലും ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എന്താ ഒരു ചെറിയൊരു കാര്യം കൂടെ ഇപ്പം പ്രദീപ് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒരു ജനറൽ ആയിട്ട് ഇത് പറഞ്ഞത് ഈ ഫേസ് മാസ്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 2 ply 3 ply എന്ന് പറഞ്ഞ ഫേസ് മാസ്ക് നമ്മൾ ഈ കാണുന്ന ബ്ലൂ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ. പക്ഷെ ആ ഫേസ് മാസ്ക് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അത് പിന്നെ ഒരു നമ്മുടെ ഒരു പ്ലസീബോ എഫക്ട് പോലെ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ FFP2 അല്ലെങ്കിൽ 3 എന്ന് പറഞ്ഞ കുറച്ചും കൂടെ നല്ല ഫിൽട്രേഷൻ ഉള്ള മാസ്കുകൾ നിങ്ങൾ വാങ്ങിച്ചു വയ്ക്കാം. ജസ്റ്റ് ഒരു ക്വിക്ലി എനിക്ക് ജസ്റ്റ് ഓർമ്മ വന്നിട്ട് ഞാൻ പറഞ്ഞു മാത്രം. അല്ല, കറക്റ്റ് ആണ്. പക്ഷേ വേറൊരു കാര്യം കൂടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്ന മുമ്പ് ഒന്നുകൂടെ ഡോക്ടർ പ്രദീപിനോട് ചോദിച്ചിട്ട്, ഇപ്പൊ എല്ലാവരും അങ്ങ് മാസ്ക് വെച്ച് കുറെ നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇല്ലാതാവത്തില്ലേ? മാസ്ക് ഈ നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിലും മാസ്ക് എന്ന് പറയുന്ന മാസ്ക് വെക്കുന്ന ഒരു കൾച്ചറേ ഇല്ല. നമുക്ക് അതേസമയം നമ്മൾ ഈസ്റ്റേൺ കൺട്രീസ് നമ്മൾ നോക്കിയാൽ ചൈന, ജപ്പാൻ, കൊറിയ അവിടെയൊക്കെയാണ് സാർസും മേഴ്സും ഒക്കെ ആദ്യം. ആ സമയത്തൊക്കെ ഒരുപാട് മാസ് കൾച്ചർ ഈസ് വെരി കോമൺ ഇൻ ദ ഈസ്റ്റ്, ഇൻ ഏഷ്യ, ബട്ട് നോട്ട് സോ കോമൺ ഇൻ യൂറോപ്പ് ഓർ US. പക്ഷെ ജനറലി നമ്മൾ കണ്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാസ്ക് വെച്ചിട്ടുള്ള രാജ്യങ്ങളിൽ ഇത് കുറച്ചുകൂടി കൺട്രോൾഡ് ആയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എവിഡൻസ് എന്ന് പറയുന്നത് ഈ മാസ്ക് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് പ്രൊട്ടക്ടിങ്, നോട്ട് പ്രൊട്ടക്ടിങ് us, ഇറ്റ് ഈസ് ആക്ച്വലി പ്രൊട്ടക്ടിങ് അതേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്കൊരു അസുഖം ഉണ്ടെങ്കിൽ മാസ്ക് കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് പുറത്തേക്ക് അത് പിന്നെ ഡ്രോപ്ലെറ്റ്സ് പിന്നെ സ്പ്രെഡ് ചെയ്ത് പ്രിവെന്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ മാസ്ക് വെച്ചു എന്ന് വെച്ച് ഇപ്പം ഈ ശ്രീകുമാർ മാസ്ക് വെച്ചാൽ എനിക്കാണ് ഗുണം, അതുപോലെയാണ്. അപ്പൊ ആ രീതിയിൽ. പക്ഷെ എങ്കിലും മാസ്ക് ഈസ് നോട്ട് 100%. അത് ഈ പറഞ്ഞ പോലെ വിപിൻ പറഞ്ഞ പോലെ FFP2 FFP3 മാസ്ക്. പക്ഷെ FFP3 മാസ്ക് എന്നൊക്കെ പറഞ്ഞാല് അനസ്തെറ്റിസും ഇന്റൻസീവ് കെയർ ആൾക്കാരും യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ബിജു നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുമ്പോൾ FFP2 അല്ലായിരിക്കും കോവിഡ് വാർഡിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന സർജിക്കൽ മാസ്ക് ഒക്കെ സാധാരണ ആൾക്കാർക്ക് എനിക്ക് അറിഞ്ഞുകൂടാ അതെങ്ങനെയാണ്. പല ആൾക്കാരും ക്ലോത്ത് മാസ്ക് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന് എത്രമാത്രം പിന്നെ എന്താ പറയുക, എത്രമാത്രം അഡ്വാൻറ്റേജ് ഉണ്ട്, ബെനിഫിറ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. പക്ഷെ ഇറ്റ് ഹാസ് നൗ സ്ലോലി ബിക്കം എ പാർട്ട് ഓഫ് അവർ കൾച്ചർ ഓൾസോ വെസ്റ്റേൺ കൺട്രീസിൽ. ഓക്കെ, ഏതായാലും നമുക്ക് ഇത്രയും തിരക്കിനിടയിൽ വന്നിട്ട് ഞങ്ങളുടെ ഓഡിയൻസിന് വേണ്ടി, ആനന്ദ് ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും നല്ല ഉപദേശം തന്നതിന് ഡോക്ടർ പ്രദീപിന്, ഡോക്ടർ ബിജുവിന്, ഡോക്ടർ വിപിന് ആനന്ദ് ടിവിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളു. വളരെ നന്ദി ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിൽ.